Endless Mega Bible Quiz 2026 എപ്പിസോഡ് 103 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ റിപ്പീറ്റ് ചെയ്യാം. എസ്ട്ര 6 മുതൽ 9 വരെ, അപ്പോസ്തല പ്രവർത്തികൾ 14-ാം അധ്യായം. ഇതാണ് പോർഷൻസ്. അപ്പോൾ എല്ലാവരും കറക്റ്റ് ആയിട്ട് ഉത്തരം അയച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എന്തായാലും നമുക്ക് ചെക്ക് ചെയ്യാം കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് എന്താണെന്നുള്ളത്. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, ആവശ്യം പോലെയും ശ്രദ്ധയോടെ കൊടുക്കേണ്ടത് എന്ത്? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഉത്തരം ഉപ്പ്. എസ്ട്ര 7:22 ഉത്തരവുള്ളത് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പാഠഭാഗത്തിലെ ഒരു പ്രവാചകന്റെ അപ്പന്റെ പേരും ഒരു സ്ഥലത്തിന്റെ പ്രധാനിയുടെ പേരും ഒന്നാണ്, പേരെന്ത്? ഉത്തരം ഇദ്ദോ. എസ്ട്ര 6:14, 8:17 ഇതിലാണ് ഉത്തരവുള്ളത്. സ്ഥലം കാസിഫിയ. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഞാനൊരു പുരുഷനാണ്, എന്റെ പേര് ഒരു വാക്യത്തിൽ 3 പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്റെ പേരിനകത്തുള്ള മറ്റൊരു പുരുഷന്റെ പേരും അതേ വാക്യത്തിലുണ്ട്. ഞങ്ങൾ ആരൊക്കെ? ഉത്തരം ഞാൻ എൽനാഥാൻ, മറ്റൊരു പുരുഷൻ നാഥാൻ. എസ്ര 8:16 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഞങ്ങൾ ഭരണകർത്താക്കളാണ്, ഞങ്ങളെക്കുറിച്ച് പഴയ നിയമത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതും ഈ പാഠഭാഗത്ത് മാത്രം. ഞങ്ങൾക്ക് രാജാവിന്റെ കൽപ്പന പ്രകാരമുള്ള എഴുത്തുകൾ ലഭിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ ഞങ്ങളെക്കുറിച്ച് ധാരാളം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആരാണ്? ഉത്തരം നാടുവാഴികൾ. എസ്ര 8:36 നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ആഴ്ചയിൽ ഒരു ദിവസത്തിന്റെ പേര് ലഭിച്ച വ്യക്തി ആര്? ഈ പേര് ലഭിക്കാനുള്ള കാരണം എന്ത്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം പൗലോസ്. ദിവസം ബുധൻ, കാരണം പൗലോസ് മുഖ്യ പ്രസംഗിയായതുകൊണ്ട്. അപ്പോസ്തല പ്രവർത്തികൾ 14:12 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പൊ എല്ലാ ഉത്തരവും എല്ലാവർക്കും ശരിയായിട്ട് കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത ബൈബിൾ പോർഷൻ പറയുന്നു, എസ്ര 10, നെഹമ്യാവ് 1 മുതൽ 3 വരെ, അപ്പോസ്തല പ്രവർത്തികൾ 15-ാം അധ്യായം. ഇതാണ് പോർഷൻസ്. എല്ലാവരും വായിച്ച് റെഡി ആയിക്കോളൂ. അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.